ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നും ആറ്റി വലയിട്ടിട്ടുണ്ട്. നമുക്ക് ആ വലയെടുക്കാൻ വന്നിരിക്കുകയാണ്. നമുക്ക് വലയെടുത്ത് നോക്കാം. അതിനു മുമ്പേ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് നമ്മൾ വലയെടുക്കുകയാണ്. വലയെടുത്ത് നോക്കുകയാണ് മീൻ ഒക്കെ മീനുണ്ടെന്ന്. മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വലയിട്ടത്. നോക്കാം ഏതായാലും. അത് ഫസ്റ്റിൽ ഉടക്കിയിരിക്കുകയാണല്ലോ. അതിനകത്തെ മടൽ വല്ലതും ആയിരിക്കും. ഏതായാലും പൊങ്ങി വരുന്നുണ്ട്. ഒരു മീനും ഉണ്ട്. മടലിൻ്റെ അറ്റവ ആ കൂട്ടത്തിലൊരു മീനും ഉണ്ട്. ഉറുവായ. അതാ മീൻ കയറി ഇങ്ങനെ ഓടിയപ്പോൾ ഉടക്കെ കയറിയതായിരിക്കും. അല്ലെ ഉടക്കിൻ്റെ ആ വശത്ത് വന്ന് മീൻ ഉടക്കിയതായിരിക്കും. ചെറിയൊരു പള്ളത്തി കയറി നമ്മുടെ വലയിൽ ഉടക്കിയിട്ടുണ്ട്. ഇത് ഓടി വന്നപ്പോൾ ഇതിൻ്റെ വാ കയറി ഉടക്കുന്നതാണ് ഈ നൂല്. ജീവനുണ്ട്. കളഞ്ഞു വിട്ടേരും. അത് നമ്മള് തൂളി ഇങ്ങനെ വല നമ്മൾ നോക്കാം. ഇപ്പം നമ്മൾ എക്കരെ ക്രോസ് ചെയ്തിരിക്കുന്നത്. നേരിയ ഒഴുക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് മീൻ കിട്ടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കുറുവായും തൂളിയും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറുവായ, ഇവിടുത്തെ കുറുവായ. വീണ്ടും ഒരു കുറുവായുടെ. കാണാം. നല്ല തെളിഞ്ഞ് കിടക്കുക വെള്ളം. നല്ല തെളിവ് വെള്ളം. വെള്ളം നേരെ പോകത്തില്ല. നമ്മൾ ഈ വല വലിക്കുമ്പം വെള്ളം നേരെ ഇട്ട് വലിച്ചാൽ വല വലിക്കാനും ഒക്കത്തുള്ളൂ, മീൻ കിട്ടത്തുള്ളൂ. അല്ലെ മീൻ ഈ പക്കിനകത്തു നിന്ന് വല നേരെയായി ഇറങ്ങിപ്പോവും. നമ്മൾ അക്കരെ ഇറമ്പിൽ നിന്ന് ഇക്കരെ ഇറമ്പിലായി നമ്മൾ വല വലിച്ച് തീരുകയാണ്. ആ കുറ്റിയിലാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. ഇതേണ്ട ഒരു കുറുവ, രണ്ടെണ്ണം ഇവിടെ. ആ എറമ്പിലൊരു ചെറിയ കുറുവ കിടക്കുന്നുണ്ട്. നമ്മൾ ഈ വലയിലെ മീൻ എടുത്തിട്ട് ഇനി അടുത്ത വല നമ്മൾ വലിക്കത്തുള്ളൂ. നമുക്കേ നമ്മളെ വീട്ടിൽ കടവിൽ ചെന്നിട്ട് ഈ മീൻ എടുക്കുക, എന്നിട്ട് വലയും കരയ്ക്ക് വെച്ചിട്ട് അടുത്ത വല വലിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വലയിൽ ഇത്രയും മീൻ കിട്ടി. ഇപ്പോൾ ഈ സമയത്തെന്ന് പറഞ്ഞാൽ മീൻ കുറവുള്ള സമയമാണ്. അപ്പോൾ ഇത്രയും മീൻ എന്ന് പറയുമ്പോൾ ന്യായമായ മീനാണ്. അപ്പോൾ നമുക്ക് ഈ വലയൊന്ന് കെട്ടി ഈ ഇറമ്പിലോട്ട് വെച്ചിട്ട് നമുക്കിനി അടുത്ത വല വലിക്കാൻ പോകാം. നമ്മളെ ആദ്യത്തെ വല വലിച്ച് അതിലെ മീനെടുത്ത് വല വീട്ടി വെച്ച് ഇനിയിപ്പോഴത്തെ അടുത്ത വലയാണിത്. ഇത് നമ്മൾ നോക്കാം. ഇതിൽ എന്തുമാത്രം മീനുണ്ടെന്ന് നോക്കാം. കൈച്ചറിനെ തന്നെ മീൻ തൂളിയുണ്ട്, കുറുവായും ഉണ്ട്. അത് കിടന്ന് പേരുണ്ട് റെഡിയായി.
വള്ളം നിൽക്കുന്നില്ല, ചെറിയ കാറ്റുണ്ട്, അതുകൂടി വള്ളം കണ്ടമാനം അങ്ങ് പോകും. ചേട്ടാ വീണ്ടും ഒരു കുറുവയുടെ വന്ന്, അത് മുഴുത്ത കുറുവായി കേട്ടോ. വേണ്ട, ഇത് കുറുവായ തൂളിയാ. ഞാൻ ഇന്നലെ ഈ വല ഇട്ടത് രാത്രി ഒരു 8 മണിയായപ്പോഴാണ് ഇട്ടത്. നമ്മളെപ്പോഴും വല വലിക്കുമ്പോൾ വല വലിക്കുകയോ കൂടുപൊക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ബോട്ട് വരുന്നു. ആ ബോട്ട് ഇപ്പോഴും വരുന്നുണ്ട്. അറിഞ്ഞില്ല, മുഴുത്ത് അറിഞ്ഞില്ല. കണ്ടോ, ഉണ്ട്. അല്ല, മുഴുത്തേ അറിഞ്ഞില്ല. ഇത് വേറൊരു കാര്യമായി, നമ്മൾ 50 mm വലയല്ലേ ഇട്ടിരിക്കുന്നത്. ചെറിയ മീൻ, ഒരുമാതിരിപ്പെട്ട ചെറിയ മീനൊന്നും നമുക്ക് കിട്ടത്തില്ല. ഒരു കുറുവായുടെ ഇനിയുണ്ട്, തൂളിയ. വല വലിച്ച് തീരുകയാണ്. നമ്മളിത് ആ പുല്ലിൻ്റെ തുമ്പത്താണ് വല കെട്ടിയിരിക്കുന്നത്. അവിടെ കുറ്റി നാട്ടിയിട്ടില്ല. ഇറമ്പി മീനൊന്നും കാണുന്നില്ല. ഇവിടെ പുല്ലൊക്കെ ഇട്ടിരുന്നുകൊണ്ട് വല പൊങ്ങി കിടക്കുകയായിരുന്നു, അതാണ് മീനൊന്നും ഇല്ലാത്തത്. ബോട്ടിഞ്ഞ് വന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ വലയിലെ മീനെടുത്ത് നമുക്ക് നേരെ വീട്ടിൽ കടവിലോട്ട് പോകാം. ഇനി അവിടെ നമ്മുടെ വീട്ടിൽ കടവിൻ്റെ കടവിലാണ് വല എണ്ണം കെട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ വലയിലെ മീനും എടുത്ത് കടവിൽ നിന്ന് വീണ്ടും വല വലിക്കാം. അപ്പോൾ ഈ വലയെ നമുക്ക് അവിടെ വെക്കാം, വീട്ടിൽ വെക്കാം. ഒരു ശകല സ്പീഡ് കുറച്ച്, നമ്മൾ രണ്ടുപേരും ഈ വെള്ളത്തേറ്റിരിക്കുന്നതുകൊണ്ടാണ് അവർ ആ സ്പീഡ് കുറച്ചത്. നല്ല ഓളമുള്ള ബോട്ടാണ്. നമ്മൾ വീട്ടിൽ കടവിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതേലെ മീനോട് എടുത്തിട്ട് അതാണ് നമ്മൾ വല, ആ വലയുടെ വലിക്കണം. എറിഞ്ഞിൽ കണ്ടു, അതിൻ്റെ വലിപ്പം കണ്ടു. ഇത് നമുക്കൊന്ന് എടുക്കാം. ഈ അറിഞ്ഞിൽ എല്ലാ മീനും എടുക്കുന്ന പോലെ നമുക്ക് അറിഞ്ഞിലിന് എടുക്കാനൊക്കത്തില്ല. ഇതിൻ്റെ മുതുകത്തൊരു മുള്ളുണ്ട്. ആ മുള്ള് വലയിൽ ഉടക്കി കഴിഞ്ഞാൽ പോരത്തില്ല. അതൊരു ഹുക്ക് പോലെയാണ് ആ മുള്ള്. കണ്ടോ, എൻ്റെ വലിപ്പം കണ്ടോ, ഒരു കൈയുടെ നീളമോ. അടിപൊളി, നല്ല ടേസ്റ്റുള്ള മീനല്ലേ. അത് വിപണിയിൽ ഡിമാൻഡുള്ള മീനാണ് അറിഞ്ഞിൽ. അപ്പം നമുക്ക് നമ്മുടെ കടവിൽ നിന്ന് തന്നെ വല വലിക്കാം. ഇറമ്പി ഉടക്കമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഈ മാവിൻ്റെ അടിയിലായത് കൊണ്ട് മാവിലെല്ലാം വന്ന് അതേ പിടിച്ച് കാണും. വേണ്ട, ഇതൊക്കെ നമ്മളറിയാതെ തന്നെ നമ്മൾ കളയുന്ന സാധനങ്ങളാണ്. അതിനും വലയൊന്ന് കയറരുത്. ഇത് 65 mm വലയാ. നീർക്കൊക്കെ പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് പേരുണ്ട്, അവർ മരത്തിൽ തന്നെയുണ്ട്. അവർ മീൻ പിടിച്ച് ക്ഷീണിക്കുമ്പം ആ മരത്തെ കയറിയിരുന്ന് വിശ്രമിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ഇറങ്ങും. ഇഷ്ടംപോലെ. ഇവിടെ ഒരു മീനുണ്ടോ?
നനങ്ങുന്നുണ്ട്. ആ അതേ കിടക്കുന്നു. ഉടക്കെല്ലാം കൂടെ കുറുവ, നല്ലൊരു കുറുവായ. അപ്പടി ഉടക്ക. തൽക്കാലം അവിടുത്തെ ഉടക്കമൊക്കെ തീർന്നു. ഇനി രണ്ടാമത് നമുക്ക് ഒന്നുകൂടെ നോക്കണം. പിറ്റേന്ന് ഇങ്ങനെ നമ്മൾ കോർത്തിട്ടിരിക്കുകയായിരുന്നു. നമ്മളിനി ഇക്കരയ്ക്ക് വരുമ്പം വല വലിച്ചിങ്ങോട് വരുമ്പോൾ എടുക്കാം. ആ നേരി ഒരു മുള്ളങ്കണ്ണിയ ഉണ്ടോ? നല്ല രാവിലെ നല്ല വെയിലായി. നമ്മുടെ ഈ വല ഇത് 65 mm ആയതുകൊണ്ട് ഇത് ചെറിയ മീനൊന്നും കിട്ടത്തില്ല. നമ്മുടെ മറ്റേ വല കിട്ടുന്ന പോലെ അത്രയും മീനൊന്നും ഇതേ കിട്ടത്തില്ല. അതാണ് ഇതേ മീൻ കുറവ് വരുന്നത്. ഇനിയിപ്പോൾ ഈ വല നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാകുന്നു. എന്നാലും നമ്മൾ ഈ വല ഇടും. മീൻ ചാടും നോക്കിയുണ്ട്, പക്ഷെ നമ്മുടെ വലയിൽ ഉടക്കിയില്ല. ഒരു മുള്ളങ്കണ്ണിയുടെ മുള്ളങ്കണ്ണി, പാലാങ്കണ്ണി. ഈ മുള്ളങ്കണ്ണി നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. നല്ല പെരുത്ത കുറുവയ. ഇത്രയും മീനെ ഇതേ കിട്ടത്തുള്ളൂ ഈ വല. വലിയ വലിയ മീനെ കിട്ടത്തുള്ളൂ. വീണ്ടും ഒരു പാലാങ്കണ്ണി വന്നു. മീൻ നമ്മുടെ കണ്ണിക്കകത്ത് നിന്ന് ഊരിപ്പോകുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ ഇഴുക്കൽ പിടിച്ച് കിടക്കുന്നു. തൂളിയ, മുഴുത്ത തൂളി. നമ്മുടെ വല വലിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ വീട്ടിൽ കടവിലോട്ട് പോവാം. അവിടെ ചെന്ന് നമുക്ക് മീനൊക്കെ എടുത്ത് എടുക്കാം. നമ്മൾ വീട്ടിൽ കടവിൽ വന്ന് നമുക്ക് ഈ വല കിട്ടിയ മീനൊന്നും എടുക്കാം. തൂളി നല്ല ജീവനോടെ കിടന്നുകൊണ്ട് അത് പെരണ്ട് കിടക്കുക. അതിനുള്ള ജീവനില്ല. പാലാങ്കണ്ണി. അപ്പം ഇനി നമുക്ക് ഈ മീനൊക്കെ എടുത്തിട്ട് നമുക്ക് എന്തുമാത്രം മീൻ കിട്ടിയെന്ന് കാണാം. വലയെല്ലാം നമ്മൾ കരക്കി വെച്ച് നമുക്ക് ഇന്ന് കിട്ടിയ മീനാണിത്. ഇത്ര തർക്കട്ടില്ലാത്ത രീതിയിലുള്ള മീനുണ്ട്. തൂളിയുണ്ട്, കുറുവായാണ് കൂടുതൽ, പിന്നെ പാലാങ്കണ്ണി. മെയിൻ സാധനം ഇതാണ്, അറിഞ്ഞില്ല. നല്ല ടേസ്റ്റുള്ള മീനാണിത്. ഇതങ്ങനെ എപ്പോഴും ഒത്തിരി കൂടുതൽ കിട്ടത്തില്ല. ചെറുതിനെ കിട്ടും, പക്ഷെ ഇത്രയും വലുതായിട്ടുള്ളത് നമുക്ക് കുറവേ കിട്ടത്തുള്ളൂ. എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല കാഴ്ചയായിട്ട് വീണ്ടും വരും. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ക്രിസ്മസ് ആണ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഓക്കെ.